വിശാല കൊച്ചി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഒരു മെയ് മാസ കവിയരങ്ങ് നടത്തി. ഇനിയും പെയ്യാത്ത മഴ എന്ന പേരിൽ സംഘടിപ്പിച്ച കവിയരങ്ങിന്റെ ഉദ്ഘാടനം പ്രൊഫസർ കെ.വി. തോമസ് നിർവഹിച്ചു. വിശാല കൊച്ചി സാംസ്കാരിക വേദിയുടെ ഗ്രേറ്റർ കൊച്ചി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ഇനിയും പെയ്യാത്ത മഴ ഒരു മെയ് മാസ കവിയരങ്ങ് നടത്തിയത്. എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ സംഘടിപ്പിച്ച കവിയരങ്ങ് പ്രൊഫസർ കെ.വി. തോമസ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിക്കൊരു പ്രത്യേക സ്വഭാവം, അപ്പോൾ കൊച്ചിയിലെ ഈ കലാ സാംസ്കാരിക ചരിത്രം അത് ഒരു സംഭവമാക്കി മാറ്റണമെന്ന് ഞങ്ങളൊരു കലാരൂപം നൽകിക്കൊണ്ടിരിക്കുക. ഷൈൻ ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രശസ്ത സാഹിത്യകാരന്മാരായ മോഹനവർമ്മ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഭാസ്കർ രാമദാസ് ഷെട്ടി, അഡ്വക്കേറ്റ് ജിജോ കെ.എസ്, I.M. ആന്റണി, പ്രൊഫസർ ആൻഡി ടി.ജെ, ആർച്ചിത് അമയ എന്നിവർ സംസാരിച്ചു. ഒരു 10-20 പുസ്തകങ്ങളോളം ആയിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് ഒരു ട്രാൻസ്ലേഷൻ, ഒരു ആസാം ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ്, ആസാമിലെ ഒരു വീരസേനാനിയെക്കുറിച്ചുള്ളൊരു പുസ്തകം 24 ഭാഷകളിൽ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം എനിക്കും കിട്ടി. കൊങ്ങണി ഭാഷയ്ക്കുള്ള ഒരു നാഷണൽ സാഹിത്യ അക്കാദമിയാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. ആ സന്ദർഭം എനിക്ക് കിട്ടി. പ്രശസ്ത സാഹിത്യകാരനും പനോരമ അന്താരാഷ്ട്ര സാഹിത്യ അവാർഡ് ജേതാവുമായ അഭിലാഷ് പ്രൊഫസറെ പ്രൊഫസർ കെ.വി. തോമസ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് കൊച്ചി നഗരത്തിലെ 40ഓളം കവികളുടെ കവിയരങ്ങ് 4 സെഷനുകളിലായി നടത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.